ഹായ് ഹലോ. നമ്മൾ ബാങ്കിൽ പോകാതെ തന്നെ ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ ബാങ്കിൽ പോകാതെ ഉപയോഗിക്കാം. എന്നാൽ ഇത് കൂടാതെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ ലീഡിംഗ് ബാങ്കുകളും അവരുടെ വാട്സപ്പ് സർവീസ് വഴി സേവനങ്ങൾ കൊടുക്കാറുണ്ട്. ഇതറിയാമായിരുന്നോ? ഇത് ചെയ്യാനായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. ഒരൊറ്റ കാര്യം മതി. നമ്മൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പറിൽ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് അക്കൗണ്ട് വെച്ച് ബാങ്കിൻ്റെ പല സേവനങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് 6 മാസം വരെയുള്ള ചെറിയ രീതിയിലുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ബാലൻസ് എൻക്വയറി, പിന്നെ അവരുടെ പുതിയ ലോൺ, പിന്നെ നമ്മുടെ ലോൺ ഇൻട്രസ്റ്റ് റേറ്റുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ SBIയുടെ വാട്സപ്പ് ചാറ്റിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ വാട്സപ്പ് ചാറ്റിലേക്കും പോകാൻ പറ്റും. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ് സേഫായിട്ട് പറയുന്നത്. ഞാൻ നോക്കി കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളും ഇത് സേവനം കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ആ നമ്പറുകൾ പറയുന്നില്ല. നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് നോക്കിയതിന് ശേഷം ആ നമ്പർ എടുത്ത് ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. കാരണം നമ്മൾ സാധാരണ വാട്സപ്പിൽ എങ്ങനെയാണോ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചാറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഹായ് അയക്കാൻ, അപ്പോൾ അവർ മറുപടി തരും. അപ്പോൾ അവരുടെ മെനു ഒക്കെ ഓപ്പൺ ആക്കി തരും. അപ്പോൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യം അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കൃത്യമായിട്ട് ഒന്നെങ്കിൽ റിപ്ലൈ തരും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ തരും. അത് നമുക്ക് എടുക്കാം, അത് സേവ് ചെയ്യാം, അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാങ്കിൽ പോവാതെ സേവനങ്ങൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് മനസ്സിലായില്ല. ഒന്ന് മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വാട്സപ്പ് ചാറ്റ് വഴി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത് രണ്ടും ഒരേ ഫോണിൽ തന്നെയാണല്ലോ, എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്കിത് എടുത്തു വയ്ക്കാൻ പറ്റും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു അവസരത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന അവസരത്തിൽ നമുക്ക് വാട്സപ്പ് വഴിയും ബാങ്കിൽ പോവാതെ നമുക്ക് അത്യാവശ്യം വേണ്ട സർവീസുകൾ ആക്സസ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ പറ്റും. ഇത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ സേവ് ചെയ്ത് വെക്കുക, എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ശരി എന്നാൽ.